ഇഷ്ടപ്പെട്ടോ? ഈ സ്ത്രീകഥ മനസ്സിലായി. സ്ത്രീ കഥാപാത്രങ്ങൾ അങ്ങനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പ്ലേസ് ചെയ്യാണ്ട് സിനിമയ്ക്ക് എത്രത്തോളം ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ജിസന്റെ നറേഷനിൽ തന്നെ നിങ്ങളെ ചുറ്റിപ്പറ്റിയാണല്ലോ പ്രധാന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അത് ആ പ്രാധാന്യം മനസ്സിലായിരുന്നു. കാരണം ജിസയുടെ പറഞ്ഞിട്ട് ചുമ്മാ ഒരു പ്ലേസ് ചെയ്യുന്ന അല്ലാന്ന് നമുക്ക് അറിയായിരുന്നു. സ്റ്റോറി കേട്ടായിരുന്നു. സ്റ്റോറി കേട്ടെങ്കിൽ പോലും ഇപ്പൊ ഇന്നത് തിയേറ്ററിൽ ഇങ്ങനെ കണ്ടപ്പോഴാണ് അത് ഏതൊരു ലെവലിലേക്കാണ് ജസ്റ്റ് ഒരു സ്റ്റോറിനെ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിനെ ഏതൊരു ലെവലിലേക്കാണ് മാറ്റി മേക്കിങ്ങിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതൊന്നാണ് റിയലൈസ് ചെയ്യാൻ വേണ്ടിയത്. കാരണം നമ്മൾ ഡബൊക്കെ ചെയ്തപ്പോൾ കണ്ടു, എന്നാൽ പോലും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും എന്താ പറയുക, ഇത് വെച്ചിരിക്കുന്നതിനെ വേറൊരു ലെവലിലേക്ക് മേക്കിങ്ങിലൂടെ കൊണ്ടുപോയിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. ചേട്ടായിസിന് ശേഷമല്ലേ ബിജു മേനോൻ ചേട്ടൻ ഭാര്യയാവുന്ന വീണ്ടും? ചേട്ടായിസിന് ശേഷം ഷെർലക് ഹോംസ് എന്ന് പറയുന്ന സിനിമയുണ്ട്. പിന്നെ അനാർക്കലി, പിന്നെ ഹായ് ആൻഡ് ടോണി, പിന്നെ ഇതുണ്ടായിരുന്നു തലവൻ, ചേട്ടായിസ്, ഇതൊക്കെയാണ്. ബിജുചേട്ടൻ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ജയശങ്കർ ഡെഫിനറ്റ്ലി മാറി നിൽക്കും, സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും. ആളിലൊക്കെ ഉള്ള ബിജുചേട്ടൻ എനിക്ക് ഫേവററ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആ ചേട്ടായി എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പം മുതലേ ഞാനൊരു ചേട്ടായി കേട്ടിട്ട് മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരാളാണ് ബിജുചേട്ടൻ. അപ്പോൾ ഒത്തിരി നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ഈ ലൊക്കേഷനിൽ. എല്ലാവരും ബിജുചേട്ടൻ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു ഈ ഒരു ടീമിൻ്റെ കൂടെ. നല്ല വർക്കായിരുന്നു ബേസിക്കലി. ഒത്തിരി സന്തോഷം. ബ്ലോക്ക് ബസ്റ്റർ അടിച്ചതിന് സന്തോഷമുണ്ടോ? ബ്ലോക്ക് ബസ്റ്റർ അടിച്ചതിന് സന്തോഷമുണ്ടോ? പെർഫോം ചെയ്യാൻ കുറച്ചധികം കിട്ടി കുറച്ച് കാലത്തിന് ശേഷം, അങ്ങനെ ഫീൽ ചെയ്തോ? ഞാൻ സ്ഥിരമായിട്ട് പെർഫോം ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഞാൻ വർക്ക് ചെയ്തൊരു ടീമാണ്. ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ചിത്രമാണ് അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് എല്ലാ ഭാഗം അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കരച്ചിലേക്ക് ഗ്ലിസറിൻ ഉണ്ടോ? കരച്ചിലേക്ക് ഗ്ലിസറിൻ സപ്പോർട്ട് വേണം. എന്നാലും ബാക്കി ഇങ്ങനെ ഷുവർ 100%. ഈ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഗസ് ചെയ്യാണ് ആരാണ്. പക്ഷെ നമുക്ക് ആർക്കും ഇത് മനസ്സിലാകുന്നില്ല ലാസ്റ്റ് വരെ ആരാണ്. എവറിബഡി ഷുഡ് വാച്ച് ദിസ് മൂവി. മിസ് ചെയ്യരുത്. ഗുഡ് ത്രില്ലർ എന്റർടൈൻമെന്റ്. എന്തോ രണ്ടാം ഭാഗം പ്രതീക്ഷിക്കാമോ? വരുമായിരിക്കാം അല്ലേ? അതിന്റെ എൻഡിങ് കണ്ടപ്പോൾ എനിക്ക് തോന്നി.